ഹലോ, ഇന്നിപ്പോൾ സാറ്റർഡേ ആയിരുന്നേ. അയ്യോ ഭയങ്കര വെയിൽ. സാറ്റർഡേ ആയിരുന്നിട്ട് എനിക്കിപ്പോൾ ഒന്ന് ഓഫീസിൽ പോകണ്ട. ക്യാമറയിൽ നോക്കിയല്ലോ സംസാരിക്കുന്നത്, ഞാൻ എന്നെ നോക്കി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ പുറക്കൂടെ വരുന്നുണ്ട്. രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കാത്തിയുടെ കുറേയധികം വണ്ടികളും കൊണ്ട് നടപ്പുണ്ട്. നോക്കട്ടെ, അതൊരു വണ്ടി കാണിച്ചു കൊടുക്ക്. അങ്ങനെ കാത്തി രാവിലെ ദോശയൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ നടക്കുക കേട്ടോ. സാറ്റർഡേ ആയതുകൊണ്ട് ഞാനും കാത്തി മാത്രമേ വീട്ടിലുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ അമ്മ ഉണ്ടാവാറുണ്ട്, ചേട്ടൻ്റെ അമ്മ. അമ്മ ഇന്ന് രാവിലെ തിരിച്ച് വീട്ടിൽ പോയി, കൊല്ലത്ത് പോയി. ഞാനും കാത്തി മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇനിയിപ്പോൾ എൻ്റെ അമ്മ വരും. ഇനി ഇവർ മാറി മാറി ഡ്യൂട്ടി എടുത്താണ് ഇവിടെ നിൽക്കാറ്. ഞാൻ ഓഫീസിൽ പോകുമ്പം ഇവനെ നോക്കുന്നത് അമ്മയാണ്, ചേട്ടൻ്റെ അമ്മയാണ് നോക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് ജോലിയുണ്ട്. അപ്പം അമ്മയ്ക്ക് വീക്ക് ഡേയ്സിൽ വരാൻ പറ്റാറില്ല. അതുകൊണ്ട് അമ്മ വീക്കെൻഡ്സിൽ വരും. അപ്പം അമ്മ പോവും. അങ്ങനെ ഒരു ഷട്ടിൽ സർവീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയായിരുന്നു. രാവിലെ ഞങ്ങൾ ദോശ ഉണ്ടാക്കി, പിന്നെ പനീർ കറി ഉണ്ടാക്കി, ദോശ ഉണ്ടാക്കി. അത് കഴിച്ചിട്ടാണ് കാത്തിത ഇവിടെ വണ്ടി ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. ചോദിക്കോ, എന്തോന്ന് വേണം? കാത്തിക്ക് എന്ത് വേണം? പെട്രോൾ അടിക്കണോ? വണ്ടിയിൽ പെട്രോൾ ഇല്ലേ? ഇല്ലേടാ. ഓക്കെ, പെട്രോൾ അടിക്കാം. എത്ര രൂപയ്ക്ക് വേണം പെട്രോള്? അത് കുഴപ്പമില്ല. എത്ര രൂപയ്ക്ക് വേണം പെട്രോള്? പറ. സ്പീഡിൽ വരണ്ട, പതുക്കെ വന്നാൽ മതി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ മതിലിൽ നിന്ന് നോക്കിയാലുള്ള വ്യൂ. കുറച്ച് പച്ചപ്പും ഹരിതാപയൊക്കെ നിറഞ്ഞ് സ്ഥലമാണ്. ഇതാണ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള വീടാണ്. ഇവിടെയാണ് കാത്തിയുടെ സ്ഥിരം സ്ഥലം. ഇവിടെ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയുണ്ട്. അപ്പൂപ്പനും അമ്മ എന്ന് പറഞ്ഞാൽ അവൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയാണ്. അപ്പോൾ അവരാണ് കാത്തിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്. എപ്പോഴും കാത്തി അവിടെ പോകും. ചിത്രാൻ്റിയുടെ വീട്ടിലാണ് കാത്തി മിക്കവാറും. സോ ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. പക്ഷെ നല്ല രസമാണ് ഇവിടെ മതിലിൽ നിന്ന് ഇങ്ങോട്ട് നോക്കാനൊക്കെ. അവിടെ താഴെ കൃഷിയൊക്കെ ഉണ്ട്, അതൊക്കെ വാഴയും ഒക്കെ ഉണ്ട്. നല്ലതാണ് ഇവിടെ നിന്ന് കുറച്ചിങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് അകത്തോട്ട് വന്നിട്ട് കാത്തിക്ക് ഇച്ചിരി യോഗട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അടുക്കള ഫുൾ അലമ്പായിട്ട് കിടക്കുമായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ എടുത്ത് ഒതുക്കി വെച്ചു, പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്തു. അവൻ്റെ കുപ്പി, പിന്നെ അവിടെ ഇരുന്ന കാസറോള്. അപ്പോൾ വെള്ളം തീർന്നുകൊണ്ട് വെള്ളം ഞാൻ ജഗ്ഗിലും അവൻ്റെ ബോട്ടിലും നിറച്ചിട്ട് വേറെ വെള്ളം പിടിച്ച് തിളപ്പിക്കാൻ വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് അവന് അവിടെ ആ യോഗട്ട് മൊത്തം മുഖത്താക്കുന്നുണ്ട്. അതിൽ ഇച്ചിരി വയറ്റി പോകുന്നുണ്ട്. ബാക്കി അത് വെച്ചത് അവിടെ കുളിച്ചോണ്ടിരിക്കുകയാണ് അവൻ. അങ്ങനെ കളിച്ചിരുന്നതിനിടയ്ക്ക് ഞാൻ അവിടുത്തെ പണിയൊക്കെ ഒരുവിധം ഒക്കെ ഒതുക്കി. ഭയങ്കര നിറയെ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഇവനെയും കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് ഹാൻഡിൽ ചെയ്യാൻ. ബട്ട് സ്റ്റിൽ ഞാൻ എങ്ങനെയൊക്കെയോ അത് മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എല്ലാം പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തു. കാരണം ഇവൻ്റെ മൂഡ് മാറുന്നതിന് മുന്നേ എല്ലാം തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ടാൽ ഇച്ചിരി നമ്മൾ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ അവിടെ തന്നെ കിടക്കും. അപ്പോൾ പുറത്ത് നല്ല മഴ വരുന്നുണ്ട്, പക്ഷെ പെയ്തൊന്നും തുടങ്ങിയിട്ടില്ല. ഇത് ഞങ്ങളുടെ ഒരു കൗണ്ടർ ടോപ്പ് ഉണ്ട് കേട്ടോ. കിച്ചണിൻ്റെ അകത്ത് തന്നെ 2 പാർട്ടീഷൻ പോലെ ഈ കൗണ്ടർ ടോപ്പ് വെച്ചിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വേസ്റ്റ് അവിടെ നമുക്ക് ഇച്ചിരി മുളകൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അതിൻ്റെ അവിടെ തന്നെ വേസ്റ്റ് ഉണ്ട് കേട്ടോ. അതായിരുന്നു ഞങ്ങളുടെ പുറകുവശം. കണ്ടോ, അവിടെ ഫുള്ളാക്കി ആ യോഗട്ടിന് ആ ടേബിളും ഒക്കെ ആക്കി. അവൻ ഇച്ചിരിയെങ്കിലും കഴിച്ചോന്ന് എനിക്ക് അറിയത്തില്ല. അത് കൊടുത്തത് കൊണ്ട് അവിടെ ഇരുന്ന് അതിൽ കളിച്ചിരിപ്പുണ്ട്. ഇച്ചിരി എന്തൊക്കെയോ വായിൽ പോകുന്നുണ്ട്. യോഗട്ട് ഇഷ്ടമാണ് സാറിന്. ഇത് ഗ്രീക്ക് യോഗട്ടാണ്, അതുകൊണ്ട് ഞാൻ കൊടുക്കും. എന്നിട്ട് ഞാൻ അവനും കൂടി തന്നെ എണീറ്റ് പോയി ആ പാത്രമല്ലല്ലോ ആ ചെയറും കഴുകി അവനും കഴുകിച്ചെടുത്തു. എന്നിട്ട് അവിടെ നിന്ന് കഴുകിക്കൊണ്ടിരിക്കുക. ഇനി കുറേ സമയം ഇനി വെള്ളത്തിൽ കളിയാണ്. ക്രിസ്മസ് അപ്പൂപ്പനെ പോലെ ഇരിക്കുന്നുണ്ടൊക്കെ പറഞ്ഞ് ഞാൻ കളിയാക്കുമായിരുന്നു അവനെ അവിടെ നിർത്തിയിട്ട്. മുഖം കണ്ടിട്ട് ഞാൻ കഴുകും, അവനത് വീണ്ടും മുഖത്തൊക്കെ വെച്ച് തേക്കുമായിരുന്നു. എല്ലാം കണ്ണിലൊന്നും ആവാണ്ട് ഞാൻ ഫുൾ കഴുകിച്ചു.
കഴുകിച്ചിട്ട് അവിടെ നിന്ന് തന്നെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പത്തേനും ഞാൻ പിന്നെ തിരിച്ചു കയറി വന്ന് അവൻ കളിക്കുന്ന സമയത്തിന് പാത്രം കഴുകി വെക്കാമെന്ന് പറഞ്ഞ് തിരിച്ചു വന്നിട്ട് അവിടെ നിന്ന് പാത്രം കഴുകി. അവിടെ പുറത്തുനിന്ന് കളിച്ചോളും, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നുണ്ടായിരുന്നു. പുറത്തുനിന്ന് അവൻ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. വെള്ളം കിട്ടിയാൽ കളിക്കാൻ നല്ല ഇഷ്ടമാണ് സാറിന്. അവിടെ നിന്ന് കളിച്ചോളും. അങ്ങനെ ഒത്തിരി പാത്രം ഉണ്ടായിരുന്നു, കുറേ പാത്രം ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ കഴുകി. ഇനി എനിക്കിങ്ങനെ പാത്രം കൂട്ടിയിട്ടിട്ട് പിന്നെ അവിടെ നിന്ന് കുക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ കൂടി കിടക്കുന്നതിന് ഇനി ഇരട്ടിയാവുന്നതിന് മുന്നേ തന്നെ ഞാൻ എല്ലാം കഴുകി വെക്കും. ഞാൻ ഒറ്റയ്ക്കാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ ഞാൻ അപ്പം തന്നെ കഴുകി വെക്കുമായിരുന്നു. ഇതിപ്പോൾ ഇവൻ ഉള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവൻ്റെ പുറകിലോട്ട് ഓടുന്നത്. ഇവനിപ്പോൾ എല്ലായിടത്തും വലിഞ്ഞു പിടിച്ച് കയറും കേട്ടോ, ജനലിൽ പിന്നെ സ്റ്റെയറൊക്കെ കയറിപ്പോവും. അതുകൊണ്ട് എനിക്ക് പേടിയാണ് ഒറ്റയ്ക്ക് നിർത്താൻ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ പുറകെ ഓടുന്നതുകൊണ്ടാണ് ഈ പാത്രം ഇങ്ങനെ കൂടി വന്നത്. തീർന്നപ്പോഴത്തേനുമുണ്ട് എൻ്റെ വെള്ളം തിളച്ചു കേട്ടോ. ഞാൻ നേരത്തെ തിളപ്പിക്കാൻ വെച്ച് വെള്ളം തിളച്ചു. അങ്ങനെ ഞാൻ അത് കുറച്ച് നേരം മൂടി തുറന്നു വെക്കും, ഇല്ലെങ്കിൽ ആ തിള ഭയങ്കരമായിട്ട് നിൽക്കും കേട്ടോ. അതിന് പൊടി ഇട്ട് കൊടുത്ത് അതിൽ ഇച്ചിരി അപ്പോൾ കാത്തി കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് അവന് ഞാൻ എന്താ പാൻ കേക്കാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇത് കൊടുത്തിട്ട് അവനെ ഉറക്കണം. അപ്പം ഇത് മറ്റേ സ്ലബ് ഫാമിൻ്റെ മില്ലറ്റ് പാൻ കേക്കാണ്. നിങ്ങൾക്ക് തിരിഞ്ഞാന്ന് തോന്നുന്നു അല്ലേ കാണുന്നത്? ഞാൻ ഫ്രണ്ട് ക്യാമാണ് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്ലബ് ഫാമിൻ്റെ മില്ലറ്റ് പാൻ കേക്കാണ്. അപ്പം ഞാൻ ഒരു പാക്കറ്റൊക്കെ ഒരു സമയം ഉണ്ടാക്കി അവൻ കഴിക്കും കേട്ടോ. ഇത് ഫുള്ളിടുവേ. പാലാണ് ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ ഫുൾ പാത്രം കഴുകി വെച്ചു. ഭയങ്കര അങ്ങ് വെള്ളം മാതിരി ആവണ്ട. ഇത് കുറച്ചൊരു നമ്മൾ കേക്കിൻ്റെ ഒക്കെ ഒരു മിക്സ് ഉണ്ടാക്കില്ലേ, അതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ സാധനം മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആദ്യമേ കുറേ അധികം വെള്ളം ഒഴിക്കണ്ട. ഭയങ്കര നല്ലൊരു മില്ലറ്റ്സ് ആഡ് ചെയ്തിട്ടുള്ള പാൻ കേക്ക് കേട്ടോ. അപ്പോൾ ഭയങ്കര പിള്ളേർക്ക് നല്ല ഹെൽത്തിയാണ്. ഇവനാണെങ്കിൽ ഇത് ഇഷ്ടമാണ് പാൻ കേക്ക് മിക്സ്. ഞാൻ ഇതിൻ്റെ എല്ലാ ഫ്ലേവറും ഓൾമോസ്റ്റ് എല്ലാ ഫ്ലേവറും ഇവന് ഇഷ്ടമുള്ളൊരു സാധനമാണ്. അവൻ കഴിച്ചോളും. ഞാൻ ഓഫീസിൽ പോകുന്ന ടൈമിൽ ഇത് ഞാൻ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് പോകും. അപ്പോൾ അവന് ഇഷ്ടമുള്ളതുകൊണ്ട് കഴിച്ചോളും. സാധാരണ ഈ ഇളക്കൽ പരിപാടിക്ക് എൻ്റെ കൂടെ വരുന്നതാണ്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതായി ഇങ്ങനെ ആവും കേട്ടോ. ഇങ്ങനെ നമ്മൾ വിസ്ക് വെച്ച് ഇളക്കുമ്പോൾ ഇത്ര ഒരു കട്ടി മതി. ഭയങ്കര നമ്മുടെ ആ ദോശ പോലെ അങ്ങനെ വേണ്ട. ഇച്ചിരി കട്ടിക്കാണ് അതിൻ്റെ ഒരു മാവ് വരിക. ഇനി ഇതിൽ ഇച്ചിരി ഓയിൽ ഒഴിക്കണേ. നമ്മുടെ സാധാരണ എണ്ണ ഒഴിക്കും ഇച്ചിരി. പാനിൽ ആക്ച്വലി ഒഴിക്കുന്ന സമയത്ത് ഒന്നും ആഡ് ചെയ്യണ്ടെന്നാണ് ആ പാക്കറ്റിലുള്ളത്. പക്ഷെ ഞാൻ കുറച്ച് ബട്ടർ ആഡ് ചെയ്യും കേട്ടോ. ഇവന് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഇട്ടിട്ടുള്ള പാൻ കേക്ക് അവന് ഇഷ്ടമാണ്. എന്താ വാ 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 പാൻ കേക്ക് ഉണ്ടാക്കുക. വാ വാ ദാ അമ്മ എടുത്തു വന്നാ അതാ മിക്സ് ചെയ്തു. വാ എന്നാ മിക്സ് ചെയ്തു വാ. എന്തിനാ സ്റ്റൂള്? ഹായ് പറയൂ. ഹായ്. കാത്തിയാണ് ഇന്നത്തെ പാൻ കേക്കിൻ്റെ ആള്. മിക്സ് ചെയ്ത് തരും കേട്ടോ. എനിക്ക് എപ്പോഴും കാത്തിയാണ് പാൻ കേക്ക് ഉണ്ടാക്കാൻ ബാറ്റർ മിക്സ് ചെയ്ത് തരുന്നൊരു ആള്. എന്തോന്ന് ഇതെന്തോന്നാ? അത് ബട്ടർ.
ബട്ടർ നമുക്ക് ഇതിലിടാം. കുഞ്ഞു അത്ര ഒഴിക്കണുള്ളൂ. കുഞ്ഞു കുഞ്ഞിയാണ്. അവിടെ ഇരിക്കാം. അങ്ങനെ പാൻ കേക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഞാനാണെങ്കിൽ കാർത്തിക് അത് കൊടുത്തു. അവിടെ ഇരുന്നിട്ട് ഇതാണ് അവൻ്റെ സ്ഥിര സ്ഥലം, ഫുഡ് കഴിക്കുന്ന സ്ഥലം. അതിരുന്നിട്ട് കുറേ കഥയൊക്കെ പറഞ്ഞ് കുറേ കാര്യമൊക്കെ പറഞ്ഞ് അവൻ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ നോക്കുന്നുണ്ട്. കുറേ കഥയും കാര്യമൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ ഞാനത് കുറച്ച് വയറ്റിലെത്തിച്ചു. അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് പുറത്തോട്ട് വരുന്ന ശബ്ദം കേൾക്കുന്നത്. അവന് കഥ പറഞ്ഞ് ഫുഡ് കൊടുക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കുറേ കഥ എന്തൊക്കെയോ കഥ ഞാൻ സ്പോട്ടിൽ കഥ ഉണ്ടാക്കി കഥ പറഞ്ഞു കൊടുക്കും. കഥ പറഞ്ഞു കൊടുത്ത് അങ്ങനെ വല്ല വിധേനയൊക്കെ ഞാൻ അതിൻ്റെ കുറച്ചൊക്കെ കൊടുത്ത് തീർത്തു കേട്ടോ. അവന് കാത്തൂൻ്റെ കഥയാണ് ഇഷ്ടം, അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൊടുത്തിരുന്നത് ഞാൻ നല്ല ഓട്ടോൻ്റെ ശബ്ദം കേട്ടുന്നു. അങ്ങനെ ഓട്ടോൻ്റെ ശബ്ദം കേട്ടുന്ന അമ്മയാണ് വന്നത്. അപ്പോൾ അമ്മ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് അമ്മ വന്നിട്ടുണ്ട്. അപ്പം ചോദിക്കുന്നത് ഇങ്ങനെ എടുക്കുന്നതെന്നൊക്കെ അമ്മ സ്ഥിരം ചോദ്യം അതാട്ടോ. അമ്മ വന്നത് അവൻ ചാടി ഇറങ്ങി ഞാൻ വണ്ടി ഓടിക്കട്ടെ എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയി. പിന്നെ അമ്മ വന്നിട്ട് ഞാൻ അവനെ ഉറക്കിയതിന് ശേഷം ഞാൻ വന്നത് കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കി. കോവയ്ക്ക ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, അവനും ഇഷ്ടമാണ്. നല്ല പച്ചക്കറിയാണ് കോവയ്ക്ക. അപ്പോൾ അതുകൊണ്ട് ആദ്യം അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കി. കോവയ്ക്ക ഉണ്ടാക്കിയിട്ട് ഞാൻ മോര് കറിയും കൂടെ ഉണ്ടാക്കി. ഇത് ഈസി പീസി മോര് കറിയാണ് കേട്ടോ എൻ്റെ ഇത്. പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മോര് കറിയായിരുന്നു. അങ്ങനെ മോര് കറി ഉണ്ടാക്കി. അപ്പം എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു. ജോലി കഴിഞ്ഞിട്ടില്ല, ഇച്ചിരി പാത്രം കൂടി ഉണ്ട്, ഇതുകൂടി കഴുകണം. അപ്പം ഇന്നത്തെ കറികൾ മോര് കറിയുണ്ട്. തേങ്ങ അരയ്ക്കാത്ത മോരാട്ടോ. ഞാൻ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കി തുടങ്ങി. പക്ഷെ നല്ല എളുപ്പമായതുകൊണ്ട് സ്ഥിരമായിട്ട് ഇത് ഉണ്ടാക്കാറുണ്ട്. മോരുണ്ട്, കോവയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് അമ്മ വന്നപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മീൻ കറിയാട്ടോ ഇതിൻ്റെ അകത്ത്. പിന്നെ പപ്പടം, പിന്നെ ചോറ്, മാങ്ങാച്ചാർ ഇരിപ്പുണ്ട്. ഇനി ഈ പാത്രവും കൂടെ നമുക്കൊന്ന് കഴുകാനാണ്. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ട് വൈകിട്ടായപ്പോൾ അവനും കാത്തിക്കും സ്നാക്സ് കൊടുക്കണം. പിന്നെ നല്ല മഴയും. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ട് ഫ്രൈ ചെയ്യാമെന്ന്. ഫ്രൈ അല്ലല്ലോ, കോളിഫ്ലവർ ബജി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ കോളിഫ്ലവർ എടുത്തു, മാവിൽ മിക്സ് ചെയ്തിട്ട്. ഇതെൻ്റെ ടൈപ്പ് ഓഫ് ബജിയാണ് കേട്ടോ. ഇത് ഒറിജിനൽ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ്. മൈദ ആഡ് ചെയ്യാറില്ല. അപ്പോൾ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് മൈദ ആഡ് ചെയ്യാറില്ല അതിൻ്റെ അകത്ത്.
പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴ, നല്ല ഇടി വെട്ടി മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ പുറകു വശം. 2-3 വാഴയൊക്കെ ഉണ്ട്. നല്ല മഴയുണ്ടായിരുന്നു. അപ്പം എന്നിട്ട് ഞാൻ തിരിച്ച് വന്ന് വീണ്ടും കോളിഫ്ലവർ എടുത്തു. അപ്പോഴത്തേനും അതൊക്കെ ഫുൾ നല്ലോണം ആയി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോളിഫ്ലവർ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് ചായയും കൂടി തന്ന്. അങ്ങനെ അപ്പം തന്നെ ഞാൻ ചായക്കുള്ള പാലും കൂടി ഒഴിച്ചു വെച്ചു കേട്ടോ. ഇതാവുന്ന സമയത്തിന് ചായയും കൂടെ ആകുമല്ലോ. അങ്ങനെ ചായയും കോളിഫ്ലവറും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴത്തേനും അങ്ങനെ കോളിഫ്ലവർ എല്ലാം റെഡിയായി. ഞാൻ ഓരോന്നോരോന്നായിട്ട് പാത്രത്തിലോട്ട് എടുത്തിട്ടു. ചായയും ഏകദേശമായി. അങ്ങനെ ഞങ്ങൾ വന്നിരുന്ന് ചായ എടുത്തു, കോളിഫ്ലവർ എടുത്തുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാർത്തിക് നല്ലോണം ഇഷ്ടപ്പെട്ട് എനിക്ക് എന്ന് പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ ഈ ഒരാഴ്ച വീട്ടിൽ നിന്നിട്ട് സാറ്റർഡേ സൺഡേ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ വന്നിരുന്നിട്ട് ഫുൾ എൻ്റെ അടുത്ത് കഥ പറച്ചിലായിരിക്കും. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ കഥ പറയും. എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും അമ്മ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാനത് കേട്ടുകൊണ്ടിരിക്കും. ശരിക്കും അമ്മമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ നല്ല രസമല്ലേ. പിന്നെ ഒന്ന് നോക്കിയപ്പോഴത്തേന് ആകാശം എന്താ നല്ല ചുമന്ന് കിടപ്പുണ്ട് കേട്ടോ. നല്ല ചുമന്ന കളറിലായി മഴ പെയ്ത് തോർന്നിട്ട്. ഞാൻ കാർത്തിക് വെളിയിൽ ഇറങ്ങി ഇത് കാണിച്ചു കൊടുത്തു കേട്ടോ. ഹലോ. അപ്പോൾ ഇന്നൊരു മൺഡേ ആണ് കേട്ടോ. മൺഡേയിൽ എനിക്ക് ഓഫീസിൽ പോകേണ്ടുന്ന ദിവസമാണ്. സാറ്റർഡേ സൺഡേ എൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അമ്മ ഇന്ന് തിരിച്ചു പോയി. ഇപ്പോൾ രാവിലെ ഞാൻ കൊണ്ടുവിട്ടിട്ട് വന്നേ ഉള്ളൂ. കാത്തിക്കുട്ടിന് ഉറക്കമാണ്. ഞാൻ നോർമലി ഉച്ചയ്ക്ക് ഓഫീസിൽ കൊണ്ടുപോകാറ് ചപ്പാത്തിയാണ്. സോ അവൻ എണീക്കുന്നതിന് മുന്നേ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ മാവ് മൊത്തം അവൻ തലയിലാക്കും. അതുകൊണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ചപ്പാത്തിക്ക് കറി ഇന്നലെ ഞാൻ ഉച്ചയ്ക്കത്തേക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടു. ഉച്ചയ്ക്കത്തേക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടു. അപ്പോൾ ആ ചിക്കൻ കറി ഉണ്ട്. ചിക്കൻ കറി തന്നെയാണ് കൊണ്ടുപോകാം. ഞാൻ സാറ്റർഡേ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത വ്ളോഗാട്ടോ ഇത്. പക്ഷേ സാറ്റർഡേ തൊട്ട് എൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇന്നലെ സൺഡേ എടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ സൺഡേ ഒരു രക്ഷയില്ലാത്ത പണിയായിരുന്നു കേട്ടോ. 2 ദിവസം ലീവ് കിട്ടുമ്പോൾ പിന്നെ ഇവിടെ വൃത്തിയാക്കലും തുണി അലക്കലും എല്ലാ പണിയും കൂടെ ആയിട്ട് ഒട്ടും സമയം കിട്ടിയില്ല. ഫുൾ അവിടെ ഓടിയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഫുൾ എനിക്ക് ഓഫീസിൽ പോകേണ്ടതുണ്ടായിരുന്നുകൊണ്ട് അവൻ്റെ കൂടെ ഒട്ടും സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇന്നലെ അവരെന്നെ ഏട്ടൻ വല്ലതും ചെയ്യാതെ എൻ്റെ കൂടെ ഫുൾ നടത്തായിരുന്നു. രാത്രി കുറേ വാശി പിടിച്ചിട്ട് രാത്രി ഉറങ്ങിയത്. അതുകൊണ്ട് എണീറ്റിട്ടില്ല. അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. എണീറ്റ് ഫസ്റ്റ് ചോദിക്കാൻ പോകുന്നത് അമ്മമ്മ എവിടെ എന്നാണ്. പക്ഷേ അമ്മമ്മ പോയി. മമ്മിക്ക് ബാങ്കിലാണ് ജോലി കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് രാവിലെ പോകണം. ഇപ്പം ഞാൻ ഇവിടെ താഴെ ജംഗ്ഷനിൽ ബസ് കിട്ടുന്ന സ്ഥലത്ത് സ്കൂട്ടറിൽ കൊണ്ടുപോയി ആക്കും. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നവനെ നോക്കുന്നുണ്ടായിരുന്നു. അവനിവിടെ നല്ല സുഖം ഉറക്കമാണ് കേട്ടോ. രാവിലെ ഈ സമയത്ത് അവൻ നല്ലോണം കിടന്നുറങ്ങും. ഇവിടെ ഞങ്ങളുടെ റൂം കണ്ട ഇതെന്താണെന്ന് അറിയില്ല, ടോയ് ഷോപ്പ് പോലെ ഉണ്ട്. ഓരോ സൈഡിലും ഓരോ മൂലയ്ക്കും പലതരത്തിലുള്ള പല ടൈപ്പിലുള്ള വണ്ടികളാണ് ഉണ്ടോ. ഇതൊന്നും ഇവിടെ നിന്ന് പെറുക്കി മാറ്റിയാൽ അത് അങ്ങനെ തന്നെ വരുള്ളൂ. ഞാൻ റെഡിയായി ഓഫീസിൽ പോകാൻ ക്യാബിൽ കയറി. നെട്ടോട്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് എന്തൊക്കെയോ ചെയ്ത് വാരിപ്പറക്കി ഇട്ടുകൊണ്ട് ഞാൻ ഓടി വന്നപ്പോഴത്തേനും ക്യാബും വന്നു. ക്യാബിൽ കയറി ഞാൻ ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുക. ഈ വെട്ട് റോഡുണ്ടല്ലോ, കഴക്കൂട്ടം പോത്തങ്കോട് റോഡിലെ വെട്ട് റോഡ് ഫുൾ പണി നടക്കുക കേട്ടോ. അങ്ങനെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വിടുമായിരുന്നു. അങ്ങനെ ഈ റോഡ് ഫുൾ ചെളിയും, മഴ എങ്ങാനും പെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ ചെളി, അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കൊണ്ട് ഫുൾ ബ്ലോക്ക്. ഏതെങ്കിലും ഒരു സൈഡ് എപ്പോഴും ബ്ലോക്ക് ആയിരിക്കും. ഒരു സൈഡ് പോവുകയാണെങ്കിൽ മറ്റേ സൈഡ് നല്ല സൂപ്പർ ബ്ലോക്ക് ആയിരിക്കും. അങ്ങനെ ഞാൻ ഓഫീസിൽ പോവാണ്. കഴക്കൂട്ടത്തോട് തിരിഞ്ഞത് ആ ലൈറ്റ് കിടക്കുന്നുണ്ട്. കഴക്കൂട്ടത്ത് അമ്പലത്തിൽ ഉത്സവം കേട്ടോ. അതുകൊണ്ട് അവിടെ ഫുൾ ലൈറ്റൊക്കെ ഇട്ട് സൂപ്പറായിരുന്നു. രാത്രി കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇതുവഴി ഞാൻ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇവിടെ ലൈറ്റ് ഫുൾ ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കാമെന്ന് കാപ്പി ഉറക്കി കഴിഞ്ഞിട്ടാണ്
ഫുഡ് കഴിച്ച് ഫ്രഷായിട്ട് റൂമിലാണ് എല്ലാവരും ഇനിയിപ്പോൾ 3 days ഓഫീസിൽ കഴിഞ്ഞു. അപ്പോൾ വ്ളോഗ്